കോട്ടയത്തും കൊല്ലത്തും കാലിഫോർണിയയിലും ലോകത്തിന്റെ ഏത് ഭാഗത്തും ഇരുന്ന് കത്തീഡ്രൽ ഗായക സംഘത്തോട് ഒത്തുചേരുന്ന എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ ആദ്യമേ തന്നെ ഞാൻ അറിയിക്കുന്നു. ലോകത്തെ കിടുകിട ഉറപ്പിച്ച COVID-19 പശ്ചാത്തലത്തിൽ ഈ വർഷം നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുന്നു. Perhaps the word distancing may be the most used word in this pandemic season. We have been hearing about social distancing and physical distancing. ശാരീരിക അകലം സാമൂഹിക അകലത്തിലേക്ക് നമ്മളെ തള്ളിവിട്ടപ്പോൾ അകലം എന്ന വാക്ക് ഒരു ദുരന്ത അനുഭവമായിട്ട് നമ്മിൽ പലർക്കും തോന്നുകയുണ്ടായി. കോവിഡിന്റെ ആദ്യ കാലഘട്ടങ്ങളിൽ ഒരാൾ രോഗബാധിതനായി തീർന്നാൽ അദ്ദേഹത്തെ അല്ലെങ്കിൽ ആ വ്യക്തിയെയും കുടുംബത്തെയും അടച്ചു പൂട്ടിയിടുന്ന പോലെയുള്ള സാഹചര്യങ്ങളിലൂടെയാണ് കടന്നുപോയത്. ഒരു ജില്ലയിൽ നിന്ന് മറ്റൊരു ജില്ലയിലേക്ക് പോകുവാൻ പാസ് വേണ്ടുന്ന കാലം. പണം ധാരാളം കയ്യിലുണ്ടെങ്കിലും ലോകത്തിന്റെ മറ്റു ഭാഗത്തു നിന്ന് കുടുംബാംഗങ്ങളുടെ ഇടയിലേക്ക് സ്വന്തം നാട്ടിലേക്ക് വരുവാൻ സാധിക്കാതെ വലിയ ഏകാന്തതകൾ അനുഭവിച്ച കാലഘട്ടം. അതുകൊണ്ട് ഈ കാലഘട്ടം ഒരുപക്ഷെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്ത കാലഘട്ടമെന്ന് ചിന്തിച്ചു പോയ അനേകം ആളുകൾ ഉണ്ടായിരിക്കും, ഇന്നും കാണുമായിരിക്കും. കാണേണ്ടുന്നവർ കാണാതെയും കണ്ണടച്ചും പോകുന്നുവെന്നുള്ള തോന്നുന്ന കാലഘട്ടത്തിൽ എന്ത് ക്രിസ്മസ് എന്ന് ചിന്തിക്കുന്ന പലരും ഒരുപക്ഷെ നമ്മളിടയിൽ കാണും. ഇങ്ങനെ ഒരു കാലഘട്ടത്തിൽ എന്ത് ക്രിസ്മസ് സന്ദേശമാണ് നൽകുവാനുള്ളത്? ക്രിസ്മസ് സന്ദേശം ഒരൊറ്റ വാക്കിൽ ഒതുക്കുവാൻ ആഗ്രഹിക്കുന്നു. ആ വാക്ക് ഇമ്മാനുവേൽ, ഗോഡ് വിത്ത് us. മത്തായി സുവിശേഷകൻ അത് വിവരിക്കുന്നത് ഇന്ന് നാം ഇപ്പോൾ പാഠഭാഗമായിട്ട് വായിച്ചു കേൾക്കുകയുണ്ടായി. യോഹന്നാൻ സുവിശേഷകനെ സംബന്ധിച്ചിടത്തോളം, in the beginning there was word, the word was with God, word became flesh and dwelt among us. But the paradox is, Emmanuel is ignored and rejected by these so-called religious leaders, the Pharisees and the scribes. He came to be with his own people, but his own people kept a distance. What about us? Emmanuel, first of all, brings a symbol of braveness. ധൈര്യത്തിന്റെ ഒരു പര്യായമാണ്, പ്രതീകമാണ് ഇമ്മാനുവേൽ. കൊച്ചു ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ കൂടെ പഠിക്കുന്ന മറ്റൊരു വിദ്യാർത്ഥി നിരന്തരം ഭീഷണിപ്പെടുത്തുകയാണ്. പല പ്രാവശ്യം കരഞ്ഞപേക്ഷിച്ചിട്ടും ഈ സഹപാഠി ഭീഷണിയൊന്നും ഒഴിവാക്കുന്നില്ല. അവസാനം ഈ കൊച്ചു വിദ്യാർത്ഥി തന്റെ മൂത്ത സഹോദരൻ മുതിർന്ന ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയുമായിട്ട് ആ ക്ലാസ് മുറിയിലേക്ക് ചെന്നു കഴിഞ്ഞപ്പോൾ പ്രശ്നം തീരുകയുണ്ടായി. അഖിലാണ്ടത്തിന്റെ ഉടയവനായ ദൈവം നമ്മളോട് കൂടെ വന്ന് ഇറങ്ങിയിരിക്കുമ്പോൾ ജീവിതത്തിന്റെ ചെറിയ പ്രതിസന്ധികൾ കണ്ട് അന്തം വിടേണ്ട കാര്യമില്ല. ജീവിതത്തിന്റെ ഏകാന്തതയിൽ God is with us. കോവിഡ് രോഗത്താൽ നാം കഴിയുമ്പോൾ God is with us. നിരാശപ്പെടുത്തുന്ന ജീവിത സാഹചര്യത്തിലൂടെ നാം പോകുമ്പോൾ God is with us. ജോലി നഷ്ടപ്പെട്ടിരിക്കുമ്പോൾ, ബിസിനസ് രംഗങ്ങളിൽ വളരെ പ്രതിസന്ധികൾ നാം നേരിടുമ്പോൾ God is Emmanuel and God is with us. ലോകം കീഴ്മേൽ മറിഞ്ഞാലും എനിക്കില്ല ഭയം, തിരമറിഞ്ഞലച്ചാലും യേശു എൻ സങ്കേതം, പാടുമേ ജയഗീതം ആയുസ്സിൻ നാളും. Emmanuel, again a symbol of warning. ഒരു മുന്നറിയിപ്പിന്റെ അടയാളമാണ്
Emmanuel, God with us. ഇരുട്ട് എന്നെ മൂടിക്കളയട്ടെ, വെളിച്ചം എന്റെ ചുറ്റും രാത്രിയായി തീരട്ടെ എന്ന് ഞാൻ പറഞ്ഞാൽ ഇരുട്ടുപോലും നിനക്ക് മറവായിരിക്കുകയില്ല. രാത്രി പകൽ പോലെ പ്രകാശിക്കും, ഇരുട്ടും വെളിച്ചവും നിനക്ക് ഒരുപോലെ തന്നെ. സങ്കീർത്തനക്കാരൻ ദൈവത്തെ വർണ്ണിക്കുന്ന ഒരു മനോഹരമായ ഭാഗമാണ്. ജീവിതത്തിൽ പലതും മറച്ചു വയ്ക്കുവാൻ താല്പര്യപ്പെടുന്നവർക്ക് ദൈവം നമ്മോടുകൂടെ എന്ന് കേൾക്കുവാൻ ഒരു വിഷയം താല്പര്യമില്ല. വർഷങ്ങൾക്കപ്പുറത്ത് ഒരു ക്രിസ്മസ് ഗാനാലാപന പരിശീലനത്തിൽ കൊയർ മാസ്റ്റർ കുട്ടികൾക്ക് പാട്ട് പറഞ്ഞു കൊടുത്തു. ഓൺ ദ ഈവ് ഓഫ് ദ ക്രിസ്മസ് എവരി ക്രിസ്ത്യൻ സിങ്സ്. പാടുക എന്നർത്ഥമുള്ള സിങ്സ് എന്ന് പറഞ്ഞു കൊടുത്തു. പക്ഷെ എഴുതിയ ഒരു കുട്ടി എഴുതി ഓൺ ദ ഈവ് ഓഫ് ദ ക്രിസ്മസ് എവരി ക്രിസ്ത്യൻ സിൻസ്. റിമെമ്പർ, God is with us. God is Emmanuel. മൂന്നാമതായിട്ട് Emmanuel, a symbol of sacrifice. Self emptying Christ. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസിന്റെ വാക്ക്. അധികാരം പിടിച്ചു നിർത്താതെ അധികാരവും അവകാശവും വിട്ടുകൊടുത്ത് സ്വയം ശൂന്യനാകുന്ന യേശുവിനെയാണ് പൗലോസ് അപ്പോസ്തലൻ വർണ്ണിക്കുന്നത്. ക്രിസ്മസ് നമുക്ക് ലഭിച്ചിരിക്കുന്ന നന്മ സന്തോഷത്തോടുകൂടെ അർഹതയില്ലാത്തവർക്ക് നാം കൊടുക്കുന്ന കാലഘട്ടമാണ്. പിടിച്ചു വയ്ക്കുന്നതൊക്കെ നഷ്ടപ്പെടും. സന്തോഷത്തോടെ വിട്ടുകൊടുക്കുന്നത് അനേക മടങ്ങായിട്ട് ലഭിക്കും. ദൈവത്തോടുള്ള മഹത്വത്തിൽ അള്ളിപ്പിടിച്ചു കിടക്കാതെ സ്വയം വിട്ടുകൊടുത്ത് ശൂന്യമായി തീർന്നപ്പോൾ ദൈവം യേശുവിനെ ഏറ്റവും ഉയർത്തി, ഏറ്റവും ഉന്നതമായ സ്ഥാനം നൽകി എന്നുള്ളതാണ് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസിന്റെ ഭാഷ. ഇമ്മാനുവേൽ, എ സിംബൽ ഓഫ് ചാലഞ്ച്. ആ സാക്രിഫൈസ് ഏറ്റെടുക്കുവാനുള്ള വലിയ വെല്ലുവിളിയാണ് ഇമ്മാനുവേൽ എന്നുള്ള വാക്കിലൂടെ നമുക്ക് ലഭ്യമാകും. അമേരിക്കയിൽ ആഭ്യന്തര യുദ്ധം നടക്കുന്ന കാലത്ത് സർവ്വസൈന്യാധിപൻ ഏബ്രഹാം ലിങ്കന്റെ അടുക്കൽ എന്ന് പറഞ്ഞു. പരാജയം സംഭവിക്കാൻ പോകുന്ന തോന്നുന്നുണ്ടായപ്പോൾ പറഞ്ഞു, സർ ഭയപ്പെടേണ്ട, ഗോഡ് ഈസ് വിത്ത് us. ആവർത്തിച്ച് സൈന്യാധിപൻ എന്ന് പറഞ്ഞുവെങ്കിലും ഏബ്രഹാം ലിങ്കൻ ഒട്ടും സ്വസ്ഥതയിലേക്ക് വരുന്നില്ല. അവസാനം ഏബ്രഹാം ലിങ്കൻ സൈന്യാധിപനോട് പറഞ്ഞു, ഗോഡ് ഈസ് വിത്ത് us, but are we with God? God is ready to be with us, but are we willing to be with God? 2020 ക്രിസ്മസ് ഈ ചോദ്യത്തിന് ഉത്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കും.